ഒരു 3 മാസം മുമ്പേ എൻ്റെ അരികിൽ വന്നത് 22 വയസ്സുകാരി MCA-കാരിയാണ്. അപ്പനും അമ്മയും 14 വയസ്സുള്ള അനിയത്തിയും. എന്തിനാ വന്നെന്നറിയോ? അച്ഛാ, ഞങ്ങളങ്ങ് മലബാറിന് പോവാന്ന് പറഞ്ഞു. എന്താ കാര്യം? ഈ മൂത്തവളെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. എന്തു പറ്റി? അതൊക്കെ അവൾ പറയുവച്ച. എനിക്കിതൊന്നും പറയാനുള്ള പ്രാപ്തിയില്ല. അവിടെ ഇരുത്തി, ഞാൻ ഇവളെ കയറ്റിയിരുത്തി. നല്ല സുന്ദരിയായ ഒരു ദൈവകൃപയുള്ള കൊച്ച്. മോളെ, ടെൽ മീ. അച്ചോ, ഒരു ചെറിയ കാര്യമാണ്. ഞാൻ MCA പഠിക്കുന്ന കോളേജിൻ്റെ റോഡ് സൈഡിന് ഓപ്പോസിറ്റിൽ 22 ഓട്ടോറിക്ഷക്കാരുണ്ട്. അതിലൊരാളുടെ പേര് ഷഫീഖ് എന്നാണ്. ഷഫീഖ് എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന്. ഐ സെഡ് നോ. നടപ്പില്ലെന്ന് പറഞ്ഞു. ഞാൻ നടപ്പില്ലെന്ന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മാർത്തോമാക്കാരി ഷഫീഖിൻ്റെ ഓട്ടോറിക്ഷയിൽ കയറി. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ അപ്പനെ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ആ മനുഷ്യൻ എൻ്റെ ഈ വലത് കൈ പിടിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. അച്ചോ, ഈ എൻ്റെ കുഞ്ഞിനെ അച്ഛന് രക്ഷിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ വീടിനെ ഒന്ന് തിരികെ കൊണ്ടുവരാൻ അച്ഛനെ കൊണ്ട് പറ്റുമോ? ഞാൻ 2 വാക്കുത്തരം പറഞ്ഞു. ജോർജ്, ഇങ്ങോട്ട് നോക്കിക്കേ. 2 ഉറപ്പ് ഞാൻ തരാം. 1, ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് ഒരത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. 2, നിൻ്റെ കുഞ്ഞിൻ്റെ മേൽ യഹോവയുടെ ഒരു കർത്തൃത്വമുണ്ടെങ്കിൽ അവൾ ഒരു വീണ്ടെടുക്കപ്പെട്ടവളായി ജീവിക്കും. ചുരുക്കി പറയാം, 9 പ്രാവശ്യം അവൾ എൻ്റെ അരികിൽ വന്നു. 9 times. ഞാൻ പഠിച്ച എല്ലാ പാഠങ്ങളും ഞാൻ അവളിൽ അപ്ലൈ ചെയ്തു. കെ തോമസ് അച്ഛൻ ഗോയിങ് ഡൗൺ, സ്റ്റെപ്പിംഗ് ഡൗൺ. 10ാമത്തെ പ്രാവശ്യം കൗൺസിലിങ്ങിൽ ടെർമിനേഷൻ എന്നൊരു പ്രോസസ്സുണ്ട്. യാത്ര പറഞ്ഞു പോവുക. പിന്നെ അവരോടൊരു കോണ്ടാക്ട്സ് ഇല്ല. അന്ന് രാവിലെ ഞാൻ കുടുംബ പ്രാർത്ഥന നടത്തി. 10 മണിക്ക് ഓഫീസിൽ പോകാൻ പോകുമ്പോൾ എനിക്ക് വലിയ സങ്കടമാണ്. ഞാൻ മുട്ടുകുത്തിന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ഇന്ന് ഞാനൊരു സാക്ഷ്യം പറയാനും ഒരു കുടുംബത്തിൻ്റെ മേൽ പ്രാർത്ഥന നടത്താനുള്ള ദിവസമാണ്. അതെനിക്ക് ലഭിക്കുന്നില്ലല്ലോ കർത്താവേ. ഞാൻ പോയി കയറിയിരുന്നു. മോളെ, അടുത്തിരിക്കുക. നിനക്കെൻ്റെ മോടെ പ്രായം. ഈ അച്ഛൻ്റെ കയ്യിലോട്ട് കൈവെക്ക്. ഇന്ന് കൗൺസിലിംഗ് ഇല്ല. അടുത്ത 7 മിനിറ്റ് ഞാൻ സംസാരിക്കാം. ലിസൺ. ഇങ്ങോട്ട് നോക്കിക്കേ. കുഞ്ഞെ, നിനക്ക് 60 ദിവസം പ്രായമുള്ളപ്പോൾ ഇതുപോലൊരു മാമോദീസ തൊട്ടിയിൽ നിന്നെ മുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വൈദികൻ നിന്റെ നെറ്റിയിലും നിന്റെ നെഞ്ചത്തും കയ്യിലും കാലിലും മോറോൻ കൊണ്ട് ഒരു സ്ലീബ വരച്ചിട്ടുണ്ട്. ഉണ്ടോ? നിനക്കറിയാവോ? എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ വല്യമ്മച്ചി ഓർത്തഡോക്സുകാരിയാ. കൂടെ പറയും വളർന്നു വരുമ്പം, മോറോൻ വരച്ച കയ്യായത് കേട്ടോ. വഴക്കുണ്ടാക്കുമ്പം സ്കൂളിൽ പോകുമ്പോഴൊക്കെ അമ്മച്ചി പറയും, വിശുദ്ധിയിൽ വരച്ചൊരു കയ്യാ നിൻ്റെ. ഓർമ്മയുണ്ടല്ലേ? ഞാൻ ചേർത്ത് പറഞ്ഞു, മക്കളെ, നീ പോയി 3 ദിവസം പ്രാർത്ഥിക്ക്. ഈ വലങ്കരത്തിൽ കർത്താവ് പിടിച്ചൊരു കരമേൽപ്പിക്കുമോ, അതോ നീ നിൻ്റെ തന്നിഷ്ടം തന്നെ ചെയ്യുമോ? ഇപ്പോൾ ഉത്തരം പറയണ്ട അച്ഛനോട്. ഗോ, പോയി, ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 3-ാം ദിവസം തിരിച്ചു വന്നു. മുറിയിൽ കയറി. നീ പ്രാർത്ഥിച്ചോ?
പ്രാർത്ഥിച്ചു വച്ചോ. എന്ത് സംഭവിച്ചു? ഇനി എൻ്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോണം. അച്ഛാ, ഞാൻ അന്ന് ഇവിടുന്ന് പോയി എല്ലാവരും ഉറങ്ങിയപ്പോൾ 10:30 മണിയാകുമ്പോൾ കട്ടിലിൻ്റെ അരികിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മുറിക്കകത്തെല്ലാം ഒരു സുഗന്ധം വ്യാപിക്കുന്നുണ്ട്, സൗരഭ്യം. എന്തായി സൗരഭ്യം? ആ പെൺകുട്ടി പറയുക, അത് മൂറോന്റെ സുഗന്ധമാണച്ചാ. നീ മൂറോന്റെ സുഗന്ധം കേട്ടിട്ടുണ്ടോ? മണത്തിട്ടുണ്ടോ? ഇല്ല, എനിക്കറിയാം അത് സുഗന്ധമാണ്. ഇനി അവൾ പറയുന്ന അടുത്ത വാചകം, ഞാൻ പ്രാർത്ഥനയിലൂടെ ഒരു മയക്കത്തിലേക്ക് പോയി. ആരോ എന്നോട് സംസാരിക്കുന്നുണ്ട്, നിന്റെ സ്ലീവ വരച്ച കയ്യെ ഞാൻ ആശീർവദിച്ചു തരാം, ഞാൻ അനുഗ്രഹിച്ചു തരാം. കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അവൾക്കുണ്ടായ ഒരു ബോധക്കേടായിരിക്കാമെന്ന്. എങ്ങനെ വിശ്വസിച്ചാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. ഇങ്ങോട്ട് നോക്കിക്കേ, നമുക്ക് നൽകിയിരിക്കുന്ന അടയാളങ്ങളൊക്കെ സംസാരിക്കുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അടയാളങ്ങളൊക്കെ കർത്താവ് സംസാരിക്കുന്നൊരു ദിവസമുണ്ട്. രോഗഗ്രസ്തമായി ശരീരത്തിൽ സ്ലീവ വരച്ചാൽ അത് നിന്നെ സൗഖ്യമാക്കുന്നതാണ്. നീ ഇന്ന് ഭക്ഷിച്ച അപ്പവീഞ്ഞുകൾ നിന്റെ ഉള്ളത്തെ ബലപ്പെടുത്തുന്നതാണ്. മക്കളെ, അടയാളങ്ങളൊന്നും അലക്ഷ്യമാക്കി കളയരുത്.